ആ സമയത്ത് എൻ്റെ ഫാലിമിയും അന്താക്ഷരി മാത്രമേ റിലീസായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ പടക്കളവും ജിംഖാനയും കഴിഞ്ഞു, പക്ഷെ റിലീസായിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് എന്നെ ഇങ്ങനെ ദിഞ്ചിത്തണ്ണൻ വിളിക്കുന്നത്. അപ്പോൾ കിഷ്കിന്ധാടനം ഞാൻ കണ്ടത് പടക്കളത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഞാൻ പോയി കണ്ടു. ഞാൻ ഷൂട്ടിൻ്റെ സമയത്ത് ഇതേപോലെ കിഷ്കിന്ധാടനം ഇറങ്ങി ഭയങ്കര ഹൈപ്പിൽ നിൽക്കുമ്പോൾ കാണണം എന്നുള്ളൊരു ഇതിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയി കണ്ട സിനിമയാണ് കിഷ്കിന്ധാടനം. അപ്പം തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്തിരുന്നെങ്കിൽ ഞാൻ അന്ന് ആലോചിച്ചായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ദിഞ്ചിത്തട്ടൻ, ഞാൻ ദിഞ്ചിത്തണ്ണൻ അതിന് ശേഷം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു, എനിക്കിങ്ങനെ ഇവിടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്നുള്ളതായിരുന്നു എനിക്ക് അപ്പോൾ അറിയത്തില്ല. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ദിഞ്ചിത്തട്ടൻ വിളിക്കുന്നതും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അയ്യോ, ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് പെട്ടെന്ന് കിട്ടിയെന്നുള്ളൊരു ഇതിൽ ഞാൻ അവിടെ ചെന്നു. എന്നിട്ട് ഇങ്ങനെ സ്ക്രീൻ പ്ലേ ആണ് എനിക്ക് ആദ്യമേ തന്നത്. എനിക്ക് കഥ ആദ്യമേ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബാവലേടൻ പറഞ്ഞില്ല, നമുക്ക് കഥ പറഞ്ഞാൽ കിട്ടൂലടാ, നീ അത് വായിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അപ്പം തന്നെ ഒരു 2 ബുക്ക് എടുത്ത് തന്നിട്ട് ഇപ്പം തന്നെ വായിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് റൂമൊക്കെ എടുത്ത് തന്ന് ഞാൻ അവിടെ പോയിരുന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര രസമുള്ള ഒരു എഴുത്താണ് ബാവലേട്ടൻ്റെ. നമുക്കിപ്പം ഡയലോഗ്സ് ആണെങ്കിലും അത് എഴുതി വെച്ചേക്കുന്ന രീതി നമുക്ക് കറക്റ്റ് വിഷ്വലൈസേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ പോകും. അത്രയും ഡീറ്റെയിലിങ്ങിൽ അത്രയും വ്യക്തമായിട്ടാണ് അതിൽ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം തന്നെ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, ദിസ് ഈസ് ഗോണ വർക്ക് എന്നുള്ള ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് വന്നു.